Dear children, welcome to Maths Magic. 6th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിലെ 4 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ എടുത്ത് കാണണം. ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് അയക്കുക, ലൈക്കും ചെയ്യണം. ഇന്ന് ഈ ചാപ്റ്ററിലെ 2 വേർഡ് പ്രോബ്ലംസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നൊരു വേർഡ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: പോപ്പുലേഷൻ ഓഫ് സുന്ദർനഗർ വാസ് 2,35,471 in the year 1991. In the year 2001, it was found to be increased by 72,958. What was the population of the city in 2001? ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? പോപ്പുലേഷൻ ഓഫ് സുന്ദർനഗർ വാസ് 2,35,471 ഇൻ ദ ഇയർ 1991. അതായത് 1991 സുന്ദർനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ പോപ്പുലേഷൻ 2,35,471 ആയിരുന്നു. ഇൻ ദ ഇയർ 2001, അതായത് ഒരു 10 ഇയർ കഴിഞ്ഞു. 1991 ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇനി 2001 ആയപ്പോഴേക്കും ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഇൻക്രീസ്ഡ്, അത് ഇൻക്രീസ് ചെയ്തതായിട്ട് കണ്ടു. അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു ബൈ 72,958. 72,958 ഇൻക്രീസ് ചെയ്തു. 2,35,471 ഉണ്ടായിരുന്ന പോപ്പുലേഷനോട് കൂടെ 72,958 കൂടി കൂടി. Then what was the population of the city in 2001? അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞപ്പോൾ 2001 എത്ര പോപ്പുലേഷൻ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ്? 1991 പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഈ 10 ഇയർ ആയപ്പോഴത്തേക്കും എത്ര ഇൻക്രീസ് ചെയ്തു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന ആ പോപ്പുലേഷൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്ത നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2001 പോപ്പുലേഷൻ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ഇൻ 2001 ഈക്വൽ ടു പോപ്പുലേഷൻ ഓഫ് 1991 പ്ലസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് 1991 എന്ന് പറയുന്നത് 2,35,471 പ്ലസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ 72,958. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2001 പോപ്പുലേഷൻ കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 2,35,471 പ്ലസ് 72,958. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 8 + 1 9, 7 + 5 12. അങ്ങനെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,08,429 ആൻസർ കിട്ടും. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ഇൻ 2001 ആണ് ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ എഴുതുക. പിന്നെ ഈ നമ്പേഴ്സ് കുറച്ച് വലിയ നമ്പേഴ്സാണ്. ആ നമ്പർ എഴുതുമ്പോൾ കറക്റ്റായിട്ട് ആ പ്ലേസ് വാല്യൂ കറക്റ്റായിട്ട് എഴുതി പോവുക. അത് മാറിപ്പോകരുത്. അതായത് ഈ 7 ഇങ്ങോട്ട് നീക്കി എഴുതിയാൽ നമ്മൾ ആൻസർ തെറ്റും. നമ്മൾ ഈ 1സിൻ്റെ പ്ലേസിലുള്ളത് ഒരുമിച്ച് എഴുതാം. അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടൗൺ ന്യൂസ് പേപ്പർ ഈസ് പബ്ലിഷ്ഡ് എവരി ഡേ. 1 copy has 12 pages. Every day 11,980 copies are printed. How many total pages are printed every day? അപ്പോൾ നമുക്കറിയാം ന്യൂസ് പേപ്പറിൻ്റെ കാര്യങ്ങൾ. അതായത് ഒരു ന്യൂസ് പേപ്പറിലെ ഒരു കോപ്പിക്ക് 12 പേജസ് ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പറിന് കുറേ പേജസ് ഒക്കെ ഉണ്ടാവില്ല. അതുപോലെ 1 കോപ്പിക്ക് 12 പേജസ് ഉണ്ട്. എവറി ഡേ 11,980 കോപ്പീസ് ആർ പ്രിൻറ്റഡ്. അതുപോലത്തെ 12 പേജസ് ഉള്ള 11,980 കോപ്പീസ്. 1 കോപ്പിക്ക് 12 പേജസ് ഉണ്ട്. അതുപോലത്തെ 11,980 കോപ്പീസ്
പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. എന്ന് ഒരു ദിവസം അതാണ് ഹൗ മെനി ടോട്ടൽ പേജസ് ആർ പ്രിൻറ്റഡ് എവറി ഡേ. ഒരു ദിവസം ടോട്ടൽ എത്ര പേജ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ബുക്കിൽ 100 പേജസ് ആണെന്ന് വിചാരിക്കുക. ഒരു ബുക്കിൽ 100 പേജസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ബുക്കിൽ എത്ര പേജസ് ഉണ്ടാവും? 200 ഉണ്ടാവും അല്ലേ? 2 × 100. അപ്പോൾ 3 ബുക്കാണെങ്കിലോ 3 × 100, 300 പേജസ് ഉണ്ടാവും. അപ്പോൾ 4 ബുക്കാണെങ്കിൽ 4 × 100. അപ്പോൾ ഒരു ബുക്കിൽ എത്ര പേജാണോ ആ നമ്പറിനെ, എത്ര ബുക്കാണോ ഉള്ളത് ആ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പേജസ് കിട്ടും അല്ലേ? ഒരു ബുക്കിൽ 100 പേജസ് ആണെങ്കിൽ 2 ബുക്ക് വരുമ്പോൾ 2 × 100 വരും, 200 പേജസ്. 3 ബുക്ക് വരുമ്പോൾ 3 × 100, 300 പേജസ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കോപ്പി, ആ കോപ്പിയിൽ 12 പേജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോപ്പീസിൽ എത്ര പേജസ് ഉണ്ടാവും, എത്ര പേജസ് ഒരു ദിവസം പ്രിൻ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമുക്കിനി സൊല്യൂഷൻ എഴുതാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഒന്ന് എഴുതി നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഓഫ് പേജസ് ഇൻ 1 കോപ്പി 12. ഇനി നമ്പർ ഓഫ് കോപ്പീസ്, അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. നമ്പർ ഓഫ് കോപ്പീസ് ഈക്വൽ ടു 11,980. ഇത്രയും കോപ്പീസാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇൻ 11,980 കോപ്പീസ്. അങ്ങനെ എഴുതാം. ടോട്ടൽ പേജസ് പ്രിൻറ്റഡ്, അപ്പോൾ 11,980 × 12 ചെയ്യാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 1,43,760. ഇത്രയും പേജസാണ് 1 ഡേയിൽ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പേജസ് കാണാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ഇതിൽ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക, എന്നിട്ട് ഓരോ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഇത് ചെയ്യാം. ഈ ചാപ്റ്ററിൽ എസ്റ്റിമേഷനൊക്കെ പഠിക്കാനുണ്ട്. അതായത് റൗണ്ട് ഓഫ് ചെയ്യുക, നിയറസ്റ്റ് 1000, നിയറസ്റ്റ് 100, നിയറസ്റ്റ് 10s, അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.